ഹലോ. ഹലോ. ആ ഞാൻ ഇന്നലെ വിളിച്ച ആളാണ്. ആ ഞാൻ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു ചോദ്യം ചോദിക്കാണ്ട് ചോദിച്ചാ അതിന്റെ ഒരു ഉത്തരം അതിന്റെ അർത്ഥം എന്താ സംഭവം എന്ന് പറഞ്ഞുതരോ? എനിക്ക് ഇപ്പൊ അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. നമ്മള് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളവിടെ അങ്ങനെ മരണപ്പെട്ട് കിടക്കും. ബാക്കിയൊക്കെ ആൾക്കാർ ചെയ്തോളൂ. അല്ല, ഒരു ഡെഡ് ബോഡി എന്ത് ചെയ്യും? ആൾക്കാർ അപ്പൊ ചെയ്തോളേ. ബാക്കിയുള്ള ആൾക്കാർ ചെയ്തോളൂ. നമ്മളല്ലല്ലോ കൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡി ഒന്നും ചെയ്യണേ. അല്ല, ബാക്കിയുള്ള ചെയ്തോളൂ. അതിനെ കുറിച്ച് നമ്മുടെ നമ്മൾ ഡെഡ് ബോഡി ആലോചിച്ചു. ഇപ്പൊ നിങ്ങളെ ഉമ്മ മരിച്ചു വെച്ചാല് ഉമ്മ മരിച്ചാല് അതില് ഈ പള്ളിത്തൊടുവില് കൊണ്ടുപോകും, മറവ് ചെയ്യും, അതിന്റെ അതൊക്കെ എന്റെ നിസ്കാരം. ഉമ്മാന്റെ മക്കളും കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ കൂടി ആലോചിച്ച് ചെയ്യും. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇതിലൊക്കെ ഇത്ര ബേജാറ്? അല്ല, അതല്ല, നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്താണ് ഇപ്പം ഈ ഇസ്ലാം ദീൻ ഉണ്ടാവണതിന് മുമ്പ് മനുഷ്യന്മാര് മരിച്ചിരുന്നില്ലേ? അല്ല, അപ്പൊ ഈ മരിച്ചു മുഹമ്മദ് നബി കഴിഞ്ഞാല് ജനിക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബിന്റെ വാപ്പ മരിച്ചില്ലേ? അതന്നെ, മരിച്ചു, സംഭവം ശരിയാണ്, അപ്പൊ മരിച്ചു. അപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പൊ വലിയ ടെൻഷൻ നിങ്ങളത്. അല്ല, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനെ കുറിച്ചിട്ട് ഒരു മരണം ഭയങ്കര സംഭവമാണല്ലോ. ഭയങ്കര അത്ര വലിയ സംഭവം ഒന്നുമല്ല. മരണം സംഭവിക്കും, അത്രേ ഉള്ളൂ. മരണം അത്ര വലിയ സംഭവം ഒന്നല്ല. ജനനം പോലെ ഒരു സംഭവം തന്നെയാണ് മരണം. അപ്പൊ ഇങ്ങളെ മരണത്തിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ മരണത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കണേ? അല്ല, മരിച്ചു നിങ്ങൾക്കൊരു കഴിഞ്ഞാൽ എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ലല്ലോ. പിന്നെ നമ്മളതിനെ കുറിച്ച് എന്തിനാ ചിന്തിക്കണേ? അല്ല, നിങ്ങളെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ഒരു എന്നെ ചെയ്യണം. എന്നെ എന്ത് ചെയ്യണമെന്നാ? അതൊക്കെ ഞാൻ എന്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട നിങ്ങള്. എനിക്കില്ലാത്തൊരു ടെൻഷനാണ് ഇപ്പൊ നിങ്ങക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്താക്കും എന്നുള്ളത്. അല്ല, നിങ്ങളിപ്പോ മതമില്ലാത്ത ആളാണല്ലോ. അപ്പൊ മതമുള്ളവരും മതമില്ലാത്തവരും മുസ്ലിങ്ങളായവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യന്മാര് ഓരോ ദിവസവും എത്രയോ മനുഷ്യന്മാര് മരിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പൊ അത്ര വലിയ സംഭവമാണോ? ജീവിക്കണതിനെ കുറിച്ച് പറയും. ജീവിതത്തിലുള്ള കാര്യങ്ങൾ പറയും. ജീവിതത്തില് മരണത്തിനെ കുറിച്ചിട്ട് പറയണല്ലോ. മരണം പ്രധാനമാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ളതാണ് സുഹൃത്തെ. മരണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കാനുള്ളതാണ്. എന്താ നിങ്ങൾ പറയണേ? മരണം ഒരു അവസാനം നമ്മളിപ്പോ നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ പോകണടുത്ത് ഒരു ചെറിയ കൈത്തോടുണ്ട് വിചാരിക്ക. അപ്പൊ ആ കൈത്തോട് കടന്നിട്ട് വേണം നിങ്ങള് വീട്ടിൽ അപ്പുറത്തേക്ക് കേറാനെന്ന് വിചാരിക്ക. നിങ്ങൾ അങ്ങാടിന്ന് തന്നെ മുണ്ട് പൊക്കി പിടിച്ച് നടക്കുക അല്ലല്ലോ, അത് അവിടെ എത്തുമ്പോ അല്ലേ? അവിടെ അനുസരിച്ച് നമ്മൾ നടക്കണം. അത്രേ ഉള്ളൂ. എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് വേറെ എന്തൊക്കെ? വേറെ ഒന്നിനെ കുറിച്ച് ടെൻഷൻ ഇല്ല. ഞാൻ മരിച്ചപ്പോ എന്താവും എന്നുള്ള ടെൻഷൻ. അല്ല, ഞാൻ നിങ്ങൾ മരിച്ചാലല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ മരിച്ചാലും ആര് മരിച്ചാലും എന്താ നിങ്ങളെ ചോദ്യം? നിങ്ങൾ ഇങ്ങോട്ട് നേരം ഇങ്ങോട്ട് ചോദിക്കി, നേരങ്ങത്തിൽ ഇങ്ങോട്ട് ചോദിച്ചോളി. നിങ്ങളെ ചോദ്യം എന്താ? ഞാൻ ചോദ്യം മരണത്തിനെ കുറിച്ച് തന്നെയാണ്. മരണത്തെ കുറിച്ചല്ല, നിങ്ങൾക്ക് ജീവിതത്തെ കുറിച്ചൊന്നും ചോദിക്കാല്ല. ചെറുപ്പത്തിൽ തന്നെ പേടിപ്പെടുത്തി വിടുന്നതാണ്. ആ പേടിയാണ് നിങ്ങൾക്കും. അതന്നെയാണ്, ആ പേടി തന്നെയാണ്. വേറെ എന്താ ഉള്ളത് നിങ്ങൾക്ക്? നിങ്ങളിപ്പോ ഞാൻ എന്തോരം കാര്യങ്ങളെ കുറിച്ച്, ഞാൻ മരണത്തെ കുറിച്ചാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കുന്നത് അല്ലല്ലോ. മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച്, ആ ജീവിതത്തെ കുറിച്ചുള്ള നിയമങ്ങളെ കുറിച്ച്, അതിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞതിനെ കുറിച്ച്, മുഹമ്മദ് നബിയുടെ ജീവിതത്തെ കുറിച്ച്, ചരിത്രത്തെ കുറിച്ച്, ബദറിനെ കുറിച്ച്, ഖലാഇനെയും ഖദറിനെയും കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് വേവലാതില്ല. ഞാൻ മരിച്ചപ്പോ എന്താക്കുന്നു? അപ്പൊ എനിക്ക് മരിച്ച എന്താക്കുന്നു എനിക്ക് ബേജാറുണ്ടോന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത്. അല്ല, നിങ്ങൾ മരിച്ചതല്ല, നിങ്ങളെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും. എല്ലാ മനുഷ്യന്മാരും മരിക്കും. അതിനെന്താണ്? അതിലെന്തത്ര ബേജാറാവാൻ എന്താ ഉള്ളത്? ബേജാറ് പറഞ്ഞാല് ഇപ്പൊ എന്താണെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടൂലേ? എന്ത് ഉത്തരം? മരിച്ചു കഴിഞ്ഞാല് എന്താക്കണം, എന്ത് ചെയ്യണം? മരിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ? ഡെഡ് ബോഡി എങ്ങനെ മറവ് ചെയ്യണം എന്നാണോ? ഖബർസ്ഥാനിൽ അതാണ് നിങ്ങളെ ചോദ്യം. ഞാൻ മരിച്ച എന്താ ചെയ്യേണ്ടത് എന്ന് ഞാൻ എന്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരാണ് തീരുമാനിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുവോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഇപ്പൊ അറിയില്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഡെഡ് ബോഡി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഡെഡ് ബോഡിയുടെ അവകാശികൾ തീരുമാനിക്കും. നിങ്ങൾ ഒരുപാട് വീഡിയോ കേൾക്കണല്ലോ. നിങ്ങൾ എഴുതി വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചു ഇന്ന പള്ളിത്തൊടിയിൽ കബറടക്കണം, നിങ്ങളൊരു വസിയത്ത് എഴുതി വെച്ചു എന്ന് വിചാരിച്ചോളി. അല്ലെങ്കിൽ പള്ളിത്തൊടിയില് മറ്റേ പള്ളിക്കുളത്തിന്റെ സൈഡില് കബറടക്കണം എന്ന് വിചാരിച്ചു, ഒരു പുതിൽ കിട്ടാൻ നിങ്ങൾ അങ്ങനെ വസിയത്ത് എഴുതി വെച്ചു വിചാരിച്ചോ.
അത് നടന്നോളന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ മരിച്ചു കിടക്കുക. ബാക്കി നിങ്ങളെ പിന്നെ മയ്യത്തിന്റെ അവകാശികൾ ബാക്കി ആൾക്കാർ കൂടി ആലോചിച്ച് തീരുമാനിച്ചോളൂ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് നിങ്ങൾ ഇപ്പൊ തന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക. നിങ്ങൾ ജീവിതത്തെ കുറിച്ച് ആലോചിക്കും, ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. നിങ്ങളെ ജ്യേഷ്ഠൻ പറഞ്ഞു മരണത്തിനെ കുറിച്ചിട്ട് അതിനെ പറ്റിട്ട് ഇപ്പൊ അതിനെ പറ്റിട്ടൊരു നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഈ ജ്യേഷ്ഠൻ പറഞ്ഞതിനെ കുറിച്ച് എന്തോ പറഞ്ഞപ്പോ നിങ്ങളോട് ഓടിപ്പോയതാണല്ലോ. എന്താ ജ്യേഷ്ഠൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അന്ന് വീഡിയോയില് കണ്ടതാണ്. അല്ല നിങ്ങളെ ജ്യേഷ്ഠനായിട്ട് ഞാനൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പറയും. അല്ല നിങ്ങൾ പറഞ്ഞതൊന്നും നിങ്ങൾ പറയണതിനെ പറ്റിട്ടൊന്നും അറിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കണേ? ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, സ്വന്തം നിലക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനോട് പറയാ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ രാവിലെ വൈകുന്നേരം വിളിച്ചിട്ട് മരിച്ചാൽ എന്താ കാട്ടാ എന്ന് വെച്ചാൽ എനിക്കാ ബേജാറില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബേജാറാവണേ? ഞാൻ നിങ്ങളുടെ മരണം മാത്രല്ല നിങ്ങളെ കുടുംബത്തിൽ ആയിക്കോട്ടെ, ഞാനും എന്റെ ബന്ധക്കാരും എന്റെ കൂട്ടം കുടുംബമായിട്ടുള്ള ആൾക്കാരുടെ മരണം മാത്രമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇനാവ്. അത് മാത്രം ആലോചിച്ചിരിക്കുക നിങ്ങള്. മരണം പിന്നെ ആലോചിക്കണ്ടേ, എപ്പോഴും മരിക്കൂലേ? നിങ്ങൾ അങ്ങനെ ആലോചിച്ചോളി. നിങ്ങൾക്ക് അത് മാത്രം മരണത്തെ കുറിച്ച് ആലോചിക്കാനാണോ ഇപ്പൊ നിങ്ങൾ ജനിച്ചിട്ടുള്ളത്? അത് ജീവിക്കാനാണോ? ജീവിതം മരണം രണ്ടും തൊട്ടടുത്തല്ലേ? അല്ല, ജനനം കഴിഞ്ഞ് മരണത്തിനിടയിലുള്ള സംഭവമാണ് ജീവിതം. അപ്പൊ ജനിച്ചത് നിങ്ങൾ കുറെ ആലോചിച്ചിട്ടാ? അല്ലല്ലോ. ജനിച്ചാൽ നമ്മൾ എന്താ കാട്ടുക? നിങ്ങൾ ആലോചിച്ച് കുത്തിരിക്കുന്നല്ലോ. അല്ലല്ലോ, നിങ്ങൾ ജനിച്ചു, അതേപോലെ നിങ്ങൾ ഇനി മരിക്കും. ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല. ഇതേമാതിരിയുള്ള ചോദ്യങ്ങൾ ആരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവില്ല. ആകെ വിശ്വാസികൾക്ക് ചോദിക്കാൻ അറിയണ ഒരു ചോദ്യം, മരിച്ചാൽ എന്താ കാട്ടുക എന്ന് മാത്രമാണ്. ഞാൻ എന്നോട് ആദ്യം ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞത് എന്റെ ഡെഡ് ബോഡി എനിക്ക് വേണമെങ്കിൽ ഞാൻ തരാം, മസാല ഒക്കെ തേച്ച് പൊരിച്ച് തിന്നോന്നാണ്. നിങ്ങൾക്കും ആ ഓഫർ വേണമെങ്കിൽ ഞാൻ തരാം. അപ്പൊ നിങ്ങളെ ഉമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞതേ, ഉമ്മാക്ക് കുറെ മക്കളുണ്ട്, ഓലൊക്കെ കൂടി ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യം തീരുമാനാക്കും. അതിപ്പോ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കണ എന്തിനാ? അതിൽ നിങ്ങൾ ഇടപെടും. അപ്പൊ അത് നിങ്ങൾ എന്തിനാ ആലോചിക്കണേ? അത് ഞങ്ങളെ കുടുംബത്തെ കാര്യല്ലേ, വീടിനുള്ളത്തെ കാര്യല്ലേ? അല്ല, അത് നിങ്ങളെ വീടിന്റെ കാര്യങ്ങളും പറയണല്ലോ. ജനങ്ങളെ മൊത്തത്തില് പറയുമ്പോ മുഹമ്മദ് നബിനെയൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞോളൂ. ഈ മുഹമ്മദ് നബിനെ കബറടക്കിനെ കുറിച്ചാണോ ഞാൻ ചർച്ച ചെയ്യുന്നത്? അല്ലെങ്കിൽ മുഹമ്മദ് നബിന്റെ ഉമ്മാനെ കബറടക്കിനെ കുറിച്ചാണോ? നിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു നിയമം, ഒരു പുസ്തകവും ഇല്ലേ? അതിനെ കുറിച്ചല്ലേ പറയണേ? അത് മഹാസംഭവമാണെന്നും മുഹമ്മദ് നബി മഹാമാതൃകയാണെന്ന് നിങ്ങൾ പറയണതിനെ കുറിച്ചല്ലേ പറയണേ? അതിലൊന്നും നിങ്ങൾക്ക് ഒന്നും അറിയില്ലേ പറയാന്? മാതൃക ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചാലേ നിങ്ങൾ പഠിച്ചതേ ഉള്ളൂ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ആകെ അറിയാള് നിങ്ങൾ മരിച്ചാൽ എന്താ ചെയ്യാ, നിങ്ങളെ ഏട്ടന്മാര് മരിച്ചാൽ എന്താ ചെയ്യാ, നിങ്ങളമ്മ മരിച്ചാൽ എന്താ കാട്ടുക. ഞാൻ ഈ മരണത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യനല്ല, ഞാൻ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളാണ്. മരണം അത് സംഭവിക്കും, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കലല്ല എന്റെ പണി. അതുകൊണ്ട് നിങ്ങളും ആ പണിയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മരത്തിന്റെ തൊട്ട് പോയി കുത്തിരുന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ വല്ല ഗുഹയിലും കയറി കുത്തിരുന്ന് ആലോചിക്കുക. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ള നാട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ മനുഷ്യന്മാരെ വീട്ടിലുള്ള ആൾക്കാർ മരിച്ചാൽ എന്താക്കും കാണിക്കാന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ജീവിക്കണേ? അല്ല, നിങ്ങൾ കുറെ ശത്രുക്കളെ ഉണ്ടാക്കാന്നല്ലാതെ നിങ്ങളെ കൊണ്ട് ഇതിൽ ഒരു കാര്യം ഉണ്ടാവും തോന്നില്ല. അതിപ്പോ നിങ്ങൾക്ക് തോന്നല്ലേ? നിങ്ങളെ തോന്നല്ലേ ഇപ്പൊ ഞാൻ എന്താക്കാൻ പറ്റും? ഞാൻ ഒരു ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ എന്റെ ശത്രുവാ? അല്ല, ഞാൻ ശത്രുവായിട്ടല്ല വിളിച്ചത്. പിന്നെ ആരെ ശത്രു? പിന്നെ എനിക്ക് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, എന്നോട് ആർക്കും ശത്രുത ഒന്നുമില്ല. പുറത്ത് ഞാൻ ഇയാൾക്കൊന്ന് വിളിച്ചേക്ക് പറഞ്ഞപ്പോ മക്കള് പറഞ്ഞു ഇങ്ങനെ ആവശ്യമില്ലാതെ ചൈത്താന്മാർക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. അത് നിങ്ങളെ കുട്ടികൾക്ക് മനുഷ്യന്മാരും ചൈത്താന്മാരെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ നിങ്ങൾ നേരെ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടോ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല ചൈത്താന്മാരെ പിന്നെ മദ്രസക്ക് രാവിലെ പറഞ്ഞയച്ചിട്ടായിരിക്കും. നിങ്ങളെ കുട്ടികൾ എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ അൽഫിത്തനയിലൊക്കെ പോയി തുടങ്ങിയത്? അല്ല, എന്താ 3.5 വയസ്സുള്ള കുട്ടികളെ പറഞ്ഞേക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അൽഫിത്തന തന്നെയല്ലേ എന്റെ പേര്? ഫിത്തന അല്ലാതെ എന്താ? ഓൽക്ക് എന്നെ കണ്ടിട്ട് മനുഷ്യനാണെന്ന് പോലും തോന്നിയിട്ടില്ല, പിശാചാണെന്നാ തോന്നിയത്. ഓല് പഠിച്ചത് ഫിത്തന അല്ലെങ്കിൽ പിന്നെ എന്താ? ഓല് ഉൽമ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഓൽക്ക് ഇലുമില്ല. മനുഷ്യന്മാരെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ കുട്ടികളെ വളർത്തി എന്താ ചെയ്യാ? നിന്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് ഓൽക്ക് ഞാൻ ചെയ്താനാന്നാ തോന്നിയത്രേ. നിങ്ങളെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു ഫഹദ് പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഉണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു.
ഇപ്പൊ ഒരാള് വിചാരിക്കുന്നിടത്തേക്കാണ് കൊണ്ടുവരല്ലാതെ എന്താപ്പത്? ഓങ്ങല്ലൂര് പറഞ്ഞ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു പരിപാടി സംഘടിപ്പിച്ച് മാർക്സിസ്റ്റ് പാർട്ടി കുറച്ച് ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ടാണ്. അത് എന്നോട് വെറുതെ പറഞ്ഞിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിന്റെ ആളല്ലല്ലോ. അല്ല, കുറച്ച് യുക്തിവാദികൾ കൂടിയിട്ട് നിങ്ങളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താ കാര്യം? മാർക്സിസ്റ്റ് പാർട്ടികളിലാണല്ലോ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ഉള്ളത്. നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണയില്ലല്ലോ. ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ളത് മുസ്ലിങ്ങൾക്കിടയിലാണ്. മതം എങ്ങനെ നന്നായി കച്ചവടം ചെയ്യാം, മതം വിറ്റിട്ട് നിങ്ങളെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ മരണം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഓൽക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക എന്നൊക്കെ പഠിച്ച് അത് പ്രയോഗിക്കുന്ന യുക്തിവാദികളാണ് ഭൂരിപക്ഷവും. ഏറ്റവും കൂടുതൽ യുക്തിവാദികളുടെ മതത്തിലാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിലാണ്. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലേ? അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിലല്ല. ഏയ്, ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളിലാണ്, പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർക്കിടയിലാണ്. നമ്പൂരിപ്പാടൊക്കെ പിന്നെ നമ്പൂരിയല്ലായിരുന്നു. പിന്നെന്താ? യുക്തിവാദിയായിട്ടല്ലേ പിന്നെ ഇതായത്. പിന്നെ അതേമാതിരി യുക്തിവാദികൾ വേറെ എവിടെ ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞതേ. യുക്തിവാദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ നിങ്ങളെ മതത്തിന്റെ മുകളിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞതാണ്. പരസ്യമായിട്ട് യുക്തിവാദിയാണ് എന്ന് പറയുന്ന ആൾക്കാരിൽ പെട്ടതാണ് നിങ്ങളൊക്കെ. അതില് കുറച്ച് ആൾക്കാര് പിന്നെ ഈ പറഞ്ഞമാതിരി നിങ്ങള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാന്നല്ലാതെ. എനിക്ക് ശത്രുക്കളില്ല. നിങ്ങൾ മക്കളിന്റെ ശത്രുക്കളാ ആണോ? അതല്ല, നിങ്ങളിപ്പോ അല്ല, നിങ്ങൾക്ക് എന്നോട് ശത്രുത ഉണ്ടോ? ഞാൻ പറഞ്ഞു, എന്നോട് ശത്രുത ഉണ്ടോ? അല്ല, ഞാൻ അവിടെ വന്ന കാല് കുത്താൻ കഴിയൂല, നിങ്ങൾ കാല് കുത്തി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങളെ പോലെയുള്ള വിവരമില്ലാത്ത കുറച്ച് ആൾക്കാർ ഓരോന്ന് പറയണേ. നിങ്ങൾക്ക് വിവരമില്ല എന്നല്ല ഞാൻ പറയണേ. നിങ്ങളെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചാണ്. നിങ്ങൾ ചെറിയ പ്രായം തൊട്ട് നിങ്ങളെ തലയിൽ ഈ മരണം ഖബറ് നരകം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങളാണെങ്കിൽ ആ പേടി തന്നെയാണ് കുടുങ്ങിപ്പോയി. നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറ്റിക്കണേ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 50 വയസ്സായി. നിങ്ങൾക്ക് മരണത്തെ കുറിച്ചുള്ള പേടിയുണ്ടോ? പിന്നെ പേടില്ലാണ്ടിരിക്കോ? അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ മരിക്കും. എന്തായാലും ഞാൻ പറഞ്ഞുതരാം, എന്തായാലും നമ്മൾ മരിക്കും. നിങ്ങളുടെ ഉള്ളില് പേടിയില്ല എന്നൊക്കെ വെറുതെ പറയല്ലേ? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, പറഞ്ഞുതരാം. എന്തായാലും നമ്മൾ മരിക്കും, ഇല്ലേ? മരിക്കും. അപ്പൊ നമ്മള് മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കുക. അതിന് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക, വ്യായാമങ്ങൾ ചെയ്യാം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം, മനസ്സിന് ഓവറായിട്ടുള്ള സ്ട്രെസ് കൊടുക്കാതിരിക്കുക, സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഉള്ള അത്രയും കാലം ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഇനി മരിച്ചാൽ എന്താ കാട്ടുക, അയലോക്കക്കാരൻ മരിച്ചാൽ എന്താ കാട്ടുക, ലിയാക്കത്ത് മരിച്ചാൽ എന്താ കാട്ടുക എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കല്ലേ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് അല്ലേ? നമുക്ക് സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഏർപ്പെടുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ മരിക്കുന്നതിനെ കുറിച്ചും മറ്റോലും മരിക്കുന്നതിനെ കുറിച്ചും മരിച്ചാൽ എന്താ കാട്ടാന്ന് ഇങ്ങനെ ആലോചിച്ച് ഇതെന്നെ ആലോചിച്ച് പിന്നെന്ത് ജീവിതാണിത്? നിങ്ങളിപ്പോ ഞാൻ സംസാരിക്കണമെന്ന് യൂട്യൂബിലുണ്ടാവില്ലല്ലോ. പിന്നെന്താ ഇപ്പൊ ഈ സംസാരിക്കണതോ? പിന്നെ അത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ സംസാരിക്കണേ. പിന്നെ യൂട്യൂബ് എനിക്കിപ്പോ ഇത് എന്തിനാണ്? ഇപ്പൊ എന്തെങ്കിലും നട്ടപ്പിരാന്തൊന്നുമില്ലല്ലോ. എന്താണ് എന്തപ്പോ ഇതിലുള്ളത്? നമ്മൾ തമ്മിൽ ഇത് സംസാരിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ സ്വകാര്യം പറയാൻ എന്താ ഉള്ളത് ഇതില്? സ്വകാര്യം പറയല്ല, പക്ഷേ നിങ്ങൾക്കൊരു നിങ്ങളിപ്പോ എന്തിനാ വിളിച്ചതപ്പോ? നിങ്ങൾ ഇന്നെ വിളിച്ചത് എന്തിനാ? അല്ല, നിങ്ങളെ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടല്ലേ. അത് എത്രയോ തവണ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചതല്ലേ. നിങ്ങൾ തന്നെ പിന്നെയും ചോദിക്കും. അപ്പൊ ഇനി ആൾക്കാർ കേൾക്കട്ടെ ഇത് എന്താ സംഭവം എന്നാണ്. നിങ്ങള് ആ കമന്റ് ഒക്കെ ഒന്നിരുന്ന് വായിക്കും. ആൾക്കാരെല്ലാരും ഇങ്ങനെ തന്നെ ആലോചിച്ചിരിക്കണതാണോ, ഇതിനെ കുറിച്ച് പൊതുവിൽ മനുഷ്യന്മാരെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ചിലപ്പോൾ കിട്ടും ഇതിന്റെ കമന്റ് ബോക്സിൽ നിന്ന്. ഇതിനെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ജനങ്ങൾക്ക് പേടിയാണ്. കാരണം എങ്ങനെ പ്രതികരിക്കും അറിയില്ല. എങ്ങനെ? എന്താ മനസ്സിലായില്ല? ഞാൻ എന്താ ആരെങ്കിലും തല്ലും കൊല്ലും ചെയ്യോ? പ്രതികരിക്കുന്നൊന്നും അറിയില്ല, അത് കാരണം സംസാരിക്കാൻ പേടി. എന്നോട് സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നുണ പറയണവർക്ക് ചിലപ്പോ കുറച്ച് പേടി ഉണ്ടാവും. നുണ പറഞ്ഞാൽ ചിലപ്പോ കയ്യോടെ പിടിച്ചു എന്ന് വരും, അത്രേ ഉള്ളൂ. വേറെ പരം എന്നോട് സംസാരിക്കാൻ പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ MM അക്ബറിനും ബാസിലിനും ഒക്കെയാണ്. മുജാഹിദ് ബാലുശ്ശേരിക്കും അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് എന്നോട് സംസാരിക്കുന്ന പേടിയാന്ന് പറഞ്ഞിട്ടുണ്ട്.
വേറുള്ള ആൾക്കാര് സുന്നി സാധാരണ ജമാഅത്ത് മനുഷ്യന്മാർക്കൊന്നും എന്നോട് പേടിയില്ല സംസാരിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പേടിയുണ്ടോ? ഞാൻ നിങ്ങളെ ഫോണിൽ കൂടി ജ്യൂസ് ആക്കി വലിച്ചു കുടിക്കൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങളായിട്ട് വേറെ മുസ്ലിമായിട്ടുള്ള പണ്ഡിതന്മാരൊന്നും നിങ്ങളായിട്ട് സംസാരിക്കാനില്ലേ? അല്ല, ഓർക്ക് ചിലർക്ക് പേടിയായിക്കാരം, എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാനില്ലാത്തോണ്ടായിക്കാരം. നിങ്ങളിപ്പോ ഇനിയിപ്പോ അടുത്ത ഏതാ സംവാദം വെക്കണമെന്ന് നേരത്തെ അപ്പൊ കാണാം. മുസ്ലിങ്ങൾക്കൊന്നും വരാൻ ധൈര്യം ഇല്ലാത്തോണ്ട് രാഹുൽ ഈശ്വർ വരാന്ന് നടക്കണേ. അല്ല, നിങ്ങളായിട്ട് ഇനിയിപ്പോ അടുത്തെങ്ങാനും സംവാദം വെക്കുമ്പോ ഞാൻ വരാൻ വേണ്ടിട്ടാ. നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്നാലും ഒരു അറിവ് കേൾക്കാലോ. രാഹുൽ ഈശ്വറായിട്ട് സംവാദം ഉണ്ട് ഓഗസ്റ്റ് 23-ന്. ഓഗസ്റ്റ് 23-ന് അടുത്ത മാസം. മുസ്ലിങ്ങൾക്ക് ആർക്കും ധൈര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഓലൊക്കെ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ചിലവര് സ്റ്റുഡിയോന്റെ ഉള്ളിലാണ്, ചിലവര് മാളത്തിലാണ്. ഓലൊന്നും പുറത്തേക്ക് ഇറങ്ങണില്ല. ആൾക്കാരുടെ ഇടയിൽ വന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, ആൾക്കാർ ഈമാൻ പോകുന്ന പറഞ്ഞു. ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കണ ഭയങ്കര പേടിയാണ്. ഈമാൻ പോകുന്ന പേടിയാ? പേടിച്ചിട്ടൊന്നും കാര്യമില്ല, കാര്യങ്ങൾ പറയാനുള്ളത് പറയണ്ടേ. അതെ അതെ. നിങ്ങൾക്ക് ഈമാൻ പോകുന്ന പേടിയുണ്ടോ എന്നോട് സംസാരിച്ചാ? എനിക്ക് ഈമാൻ പോകുന്ന ഒരു പേടിയില്ല. പക്ഷെ മൂല്യന്മാർക്ക് പേടി നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ ഈമാൻ പോകുന്നതാണ്. ഈമാൻ പോണ എന്താ ഈമാൻ പോണ അങ്ങനെ തുമ്മുമ്പോ തെറിക്കുന്ന ഈമാനപ്പത് അല്ലെ? നമ്മൾ എത്ര കാലം കൊണ്ട് ഉറപ്പിച്ചു വെച്ച ഈമാനാണ്. ഇനി മൂല്യന്മാർക്ക് ഈ ഇറച്ചിമത്തിരി നിന്ന ഉഷാറൊന്നും ഈമാൻ സംരക്ഷിക്കുന്ന കാര്യത്തിലില്ല. ഓൽക്ക് ആ ഈമാന്റെ കാര്യത്തിലോട്ട് ഉറപ്പില്ല. അതാ പ്രശ്നം. നിങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച ആളാണ്. ഞാൻ 3ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു. പിന്നെന്തിനാ ഇപ്പൊ നമ്മള് സംഭവത്തിനൊക്കെ പൊന്ന് പള്ളിക്കത്തെ ഏതെങ്കിലും ഉസ്താദ്മാരെ കിട്ടുമോ നോക്കി, ഞാൻ വരാം. ക്ലാസ് വരെ പഠിച്ച നിങ്ങളായിട്ട് 3ാം ക്ലാസ് പഠിച്ച ഞാനൊക്കെ പഠിച്ച പറഞ്ഞാലേ. അല്ലേ, നമ്മൾ എത്ര വരെ പഠിച്ചു എന്നുള്ളതും പ്രസക്തിയല്ല. പക്ഷെ ഈ കാര്യത്തില് പിന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും പണ്ഡിത നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ, ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രതിനിധികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ വരും. അപ്പോഴേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. പറഞ്ഞതിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അബദ്ധമായി കഴിഞ്ഞാൽ പോലും നിങ്ങളെ തള്ളിക്കളി. അയാൾ അതിനെ ഇസ്ലാമിന്റെ ആളൊന്നല്ല. അങ്ങനെ അനുഭവം ഉണ്ടേ. അല്ല, ചെമ്മീൻ തുള്ളി അവിടത്തോളം തുള്ളും ചക്കി വരെ. ചെമ്മീൻ ആരാ? നിങ്ങളെ ഞാനോ? ഇന്നല്ലേ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഇന്നെ ഉദ്ദേശിച്ചതേ. നിങ്ങളെന്നെ ഉദ്ദേശിച്ചു. നിങ്ങളൊക്കെ ഒരുപാട് മേലെ. പിന്നെ നമ്മളത്ര മേലാണ്. ഇപ്പൊ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമല്ലോ. നമ്മളൊക്കെ ഒരേപോലെ തന്നെ മനുഷ്യന്മാരല്ലേ. ഞാൻ ലോക്കലാണ്. ഞാനും ലോക്കലാണേ. നിങ്ങള് ലോക്കലൊന്നല്ല. ലോക്കല് പറഞ്ഞപ്പോ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നാട്ടും പറഞ്ഞല്ലേ? നിങ്ങള് ലോക്കല് പറഞ്ഞാല് നിങ്ങള് പിന്നെ 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് 40 വയസ്സായി. 7ാം ക്ലാസ് മദ്രസ എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ആണോ? അന്നത്തെ കാലത്ത് പഠിച്ച് അക്ബർ സാഹിബ് 5ാം ക്ലാസ് വരെ മുജാഹിദിന്റെ മദ്രസയിലാണ് ആലോചിക്കുന്നത്. അത്ര പഠിച്ചിട്ടുള്ളൂ, പിന്നെ വേറെ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞത്. പഠിക്കണതായിട്ട് അത് നിങ്ങള് അതിന്റെ നമ്മൾ എത്ര വരെ മദ്രസയിൽ പോയി എന്നുള്ളത് മദ്രസയിൽ പൊതുപരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയെന്നൊന്നും അല്ല ഒരാളുടെ അറിവിന്റെ ആധാരം അല്ലല്ലോ. നിങ്ങള് നന്നായിട്ട് പഠിച്ചിരുന്ന മനുഷ്യനാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങളെ അതൊക്കെ നാട്ടുകാർ അങ്ങനെ പലതും പറയാം, നിങ്ങൾ കാര്യാക്കണ്ട. നാട്ടുകാരല്ല, നിങ്ങള് പറയണതന്നെ കേട്ടു. നിങ്ങള് ഇങ്ങനെ എന്നെ കുറിച്ച് ആലോചിക്കാതെ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് വല്ലതൊക്കെ പറയും. അല്ല ഇപ്പൊ നമ്മളിങ്ങനെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് ഇപ്പൊ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ എന്നെ പൊക്കി പറയാൻ വേണ്ടി ഞാൻ നിങ്ങളുമായിട്ട് ചട്ടം കെട്ടി നിങ്ങൾ വിളിപ്പിച്ചാണ് അറിയാം. അങ്ങനെയൊക്കെ അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര തെറ്റിദ്ധാരണയിക്കാരം. എന്തിനാ നമ്മള് വെറുതെ. അല്ല, ഞാനേ പൊക്കി പറയാനില്ല, താഴ്ത്തി കെട്ടാനുമില്ല. നിങ്ങൾക്ക് പിന്നെ പറയാനുള്ളത് നിങ്ങൾ ശരി തോന്നുന്ന കാര്യം നമ്മൾ പറയാ. അത് ശരിയാണോ അല്ലേ നിങ്ങൾ ആലോചിക്ക. നമ്മുടെ അടുത്തുള്ളത് ഒരു നായിയാണ്, നിങ്ങളുടെ അടുത്തുള്ളത് ഒരു കുണ്ടമ്പുറാണ്. നായി കുണ്ടമ്പുറ എനിക്ക് മനസ്സിലായില്ല. നായി പറഞ്ഞാല് മറ്റേ അരി അളക്കണ നാഴി നാരായം എന്നൊക്കെ പറഞ്ഞ പോലെ. നാഴി ബുദ്ധിയുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഒരു കുണ്ടമ്പുറം. അതാ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നെ പൊക്കി പറഞ്ഞിട്ടേ ആൾക്കാർ വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയിപ്പിക്കുന്നതാണ്. എന്തിനാ വെറുതെ നിങ്ങൾ എനിക്ക് ചീത്ത പേരുണ്ടാക്കണേ? ഞാൻ നിങ്ങൾക്ക് പൈസ ഒന്ന് വിളിപ്പിച്ചാന്ന് വരെ ചിലപ്പോ ഈ വീഡിയോന്റെ താഴെ ആൾക്കാർ കമന്റ് ചെയ്യും. ഇത് ലിയാക്കത്തിന്റെ ആളെന്നെയാണ്, ലിയാക്കത്ത് പൈസ കൊടുത്തിട്ട് വിളിപ്പിച്ചതാണ് എന്ന് പറയും. എന്തിനാ പൈസ കൊടുത്ത് വിളിപ്പിക്കണേ? അല്ല, അങ്ങനെയൊക്കെ പറയുന്നറിയാ. ഈ ആൾക്കാരെ സംബന്ധിച്ചേ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കാന്നല്ലാതെ ഒരു ബുദ്ധിജീവിയായിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് കിട്ടുമല്ലോ.
ഒരു കുണ്ടമ്പുറത്തിന്റെ ബുദ്ധിയുള്ള ആളായിട്ട് ഞാൻ സംസാരിക്കാന്നൊക്കെ പറയുമ്പോ ഞാൻ എവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ ഇന്നെ എന്തെങ്കിലും പൊക്കി പറഞ്ഞാൽ ഞാൻ അപ്പൊ ഫോൺ കട്ട് ചെയ്യും. കാരണം നിങ്ങൾ ഇനി എന്തെങ്കിലും വിഷയത്തിനെ കുറിച്ച് പറയും. എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ വയ്ക്കൂല. അതാണ് എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇന്നെ 4 ചീത്ത വിളിച്ചോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾ ഇന്നെ പൊക്കി പറയണത് എനിക്ക് ഇഷ്ടമല്ല. പൊക്കി പറയാല്ല നിങ്ങള്. അല്ല അത് പറയണ്ട. നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാളി. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾ അവിടെ മനസ്സിൽ വെച്ചാളി. ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾ പറയുന്നെങ്കിൽ പറയും, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴേലും സംസാരിക്കാം. എന്നാ ആയിക്കോട്ടെ, പിന്നെ എപ്പോഴേലും സംസാരിക്കാം. ആയിക്കോട്ടെ, എന്നാലും ആയിക്കോട്ടെ, ശരി.